ഹലോ, ആരാ? ചേച്ചി ഇവിടെ ഇല്ലേ? ആ ഉണ്ടല്ലോ. അമ്മനെ കാണാൻ വന്നാണോ? അല്ല, ഞാൻ അവിടെ പണിക്ക് വന്നതാ. പോട്ടെ. പണിക്ക് വന്നതോ? ആരാ മോനെ വന്നത്? അല്ല, അമ്മ വീട്ടില് പണിക്കാളെ വെച്ച് പറഞ്ഞപ്പോഴേ ഞാൻ വെച്ചു വലിയൊരു ചേച്ചിയാണ്. അപ്പൊ ആ കുട്ടി ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്ക് ആളെ മനസ്സിലായില്ല. ആ, സന്ധ്യയാണോ വന്നത്? ആ കുട്ടിക്ക് 10-24 വയസ്സേ ആയിട്ടുള്ളൂ. അല്ല, ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞാ? ഇല്ല മോനെ, കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ ഗൾഫിൽ പോകുന്നവരെ ഈ കുട്ടിനെ ഇവിടെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. ഇവര് നാട്ടുകാരല്ലേ? ഇല്ല, അവര് പിന്നെ പയ്യോളിലെ ആൾക്കാരാ. നമ്മുടെ കക്കോടിലെ മനോജില്ലേ, അവരുടെ വീടിനടുത്ത് വാടകയ്ക്ക് താമസിക്കുന്നത്. അത് ശരി. അല്ല, അവര് വേറെ ആരൊക്കെയുണ്ട്? ഈ കുട്ടിന്റെ അമ്മയും കുട്ടിയും മാത്രമേ ഉള്ളൂ. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 3 വർഷമായത്രേ. പാവങ്ങള്. പിന്നെ എൻ്റെ തറവാട്ടിലാണ് താമസിച്ചതെന്ന് പറയുന്നതോടെ കുറേ ആൾക്കാരും കുടുംബമൊക്കെയാണ് അത്രേ. അതിന് ഓരോന്നോരോന്ന് പറഞ്ഞ് ഈ കുട്ടീനെ അങ്ങനെ പണിയെടുപ്പിക്കുക, എൻ്റെ അമ്മനെ ദ്രോഹിക്കുക. ഇതിൻ്റെ അമ്മ കാരണമാണ് അച്ഛൻ മരിച്ചോന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് ദാമോദരൻ്റെ ആരോ കുടുംബമാണത്രേ. അവനതൊക്കെ സഹിക്കാൻ വയ്യാണ്ട് ഇവിടെ കൊണ്ട് വാടകയ്ക്ക് താമസിപ്പിച്ചതാ. ഈ കുട്ടിൻ്റെ അമ്മൻ്റെ വീട്ടിലും വലിയ ഗതിയൊന്നും ഇല്ല അത്രേ. അതാണ് അങ്ങോട്ട് പോകാത്തത്. പിന്നെ അത് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ മരിച്ചത്. നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. ഇപ്പോൾ നമ്മളോട് പണിക്ക് വരാൻ തുടങ്ങി. പിന്നെ പ്രൈവറ്റായിട്ട് PG ചെയ്യുന്നുണ്ട് വീട്ടിലിരുന്നിട്ട്. നമ്മുടെ വീട്ടിൽ മാത്രമല്ല കേട്ടോ മോനെ, ലതികൻ്റെ വീട്ടിലും പണിക്ക് പോകുന്നുണ്ട്. മാസം 10-15,000 സമ്പാദിക്കുന്നുണ്ട്. അതിൻ്റെ അമ്മ ആദ്യമൊക്കെ എന്തൊക്കെയോ പണിക്ക് പോകാനത്രേ. അപ്പൊ അതിന് സുഖമില്ല. അതാണ് ഈ കുട്ടി പണിക്കിറങ്ങിയത്. എന്നാലും നന്നായി. അല്ലെ, ഇതുപോലത്തെ എന്തെങ്കിലും സംഭവിച്ചാലേ, ഇതിപ്പോ വിധിയാണ് അതാണ് പറഞ്ഞിട്ട് വെറുതെ കരഞ്ഞുകൊണ്ടിരിച്ച കാര്യമില്ലല്ലോ. ഇതുപോലെ മുന്നോട്ട് ഇറങ്ങാനേ വേണം. നല്ലൊരു എന്നാലും ഇപ്പൊ 2 വീട്ടിൽ പണിക്ക് വിട്ട് 10-15,000 ഉണ്ടാക്കുന്നില്ലേ. അതായത് എന്ത് പണിയും ചെയ്യാൻ തയ്യാറായ നമ്മുടെ നാട്ടിൽ തന്നെ പണിയുണ്ടല്ലേ. പിന്നല്ലാതെ ഇന്ന പണി മാത്രമേ ചെയ്യുള്ളൂ പറയുന്നവർക്ക് നമ്മുടെ നാട്ടിൽ പണിയില്ലാതെയുള്ളൂ. അത് ശരിയാ. ഈ UK യിലും കാനഡയിലൊക്കെ പഠിക്കാൻ വന്ന കുട്ടികളെ പഠിപ്പ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഹോട്ടലും പെട്രോൾ പമ്പിലും വീട്ടിലൊക്കെ പാർട്ട് ടൈം ജോലി ചെയ്തിട്ട് അവര് പഠിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഇതുപോലത്തെ പണി ചെയ്യാൻ ആൾക്കാർക്ക് മടിയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ നാട് വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ കെട്ടുപണിക്കും ബാർബർ ഷാപ്പിലൊക്കെ ഹിന്ദിക്കാര്, ഗൾഫിലൊക്കെയോ ഈ പണിയെടുക്കുന്നതൊക്കെ മലയാളികളല്ലേ. ഞാനും അതാ ചിന്തിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ബാർബർ ഷോപ്പ് പോയാലേ ബൈസാബ് ഇതർ തവണ കട്ട്കറോ ഉദർ കട്ട്കറോ പറഞ്ഞ് ഹിന്ദിയിൽ സംസാരിക്കണം. പക്ഷെ ഗൾഫിൽ പോയാലേ മലയാളത്തിൽ സംസാരിച്ചു എല്ലാരും മലയാളികളാ. അല്ല, ഇതൊക്കെ അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? വേറെ ആര്? നീ തന്നെയല്ലേ പറഞ്ഞത്. അവന് മോളെ കണ്ടിട്ട് മനസ്സിലായില്ല അല്ലേ? ആ, പിന്നെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെ രാത്രി മോൻ ഗൾഫിൽ നിന്ന് എത്തുന്നു. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി. അവനൊരു പാവോ മോളെ. നിങ്ങളെപ്പോലെ തന്നെയായിരുന്നു. ഞങ്ങൾ കുറേ വർഷം വാടകയൊക്കെ താമസിച്ചതാ. പിന്നെ അവൻ നാട്ടിലെല്ലാ പണിക്കും പോകും. ഒരു ദിവസം പോലും ലീവ് എടുക്കില്ല. പിന്നെ നാട്ടിൽ പണിയിട്ട് എന്ത് കാര്യം, 5 പൈസ കയ്യിൽ നിൽക്കില്ല കേട്ടോ. എന്നിട്ട് അവനൊരു കൂട്ടുകാരൻ ഗൾഫിലേക്ക് കൊണ്ടുപോയതാ. ഇപ്പൊ പോയിട്ട് 6 വർഷമായി. ഇപ്പൊ പ്രൊമോഷനൊക്കെ കിട്ടി നല്ല ശമ്പളമൊക്കെ ആയി. അപ്പൊ ഞങ്ങൾ ഈ വീടെടുത്ത് 2-2.5 വർഷമായിട്ടുള്ളൂ. പിന്നെ മോൾക്ക് ഇവിടുന്ന് പണിയൊക്കെ എടുത്തിട്ട് പഠിക്കാൻ സമയം കിട്ടുന്നുണ്ടോ? ഇവിടെ 12 മണിയാകുമ്പോൾ കഴിയില്ല ചേച്ചി. പിന്നെ ലതികേച്ചിന്റെ അവിടെയാണ് കുറച്ച് പണിയുള്ളൂ. എന്തായാലും 2 മണിയൊക്കെ ആകുമ്പോഴേ ഞാൻ വീടെത്തും. പിന്നെ 4-ക്ക് ശേഷം കുറച്ച് കുട്ടികളും ട്യൂഷൻ എടുക്കുന്നുണ്ട്. കുറച്ച് 4 മണിക്ക് എണിച്ച് കുറച്ചൊക്കെ പഠിച്ചിട്ടൊക്കെയാ ഞാൻ അങ്ങോട്ട് വരല്. നമ്മളെ മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നുമില്ല അല്ലേ മോളെ. ഓരോ സാഹചര്യം നമുക്ക് ധൈര്യം തരുന്നത്. ഇപ്പൊ തന്നെ മോൾ എന്തെല്ലാമാണ് ചെയ്യുന്നത്. ശരി, പണി നടക്കട്ടെ. മോനെ, സന്ധ്യന്റെ അമ്മ ഹോസ്പിറ്റലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ, എന്നോട് അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണല്ലോ ഇപ്പൊ 2-3 ദിവസമായിട്ട് ആ കുട്ടി പണിക്ക് വരാത്ത. ഇന്ന് ഈ കുട്ടി വന്നിട്ടുണ്ട്. ഇന്ന് വന്നിട്ടുണ്ടോ? അവരമ്മനെ ഡിസ്ചാർജ് ചെയ്തോ? അവർ ഇന്നലെ വൈകുന്നേരം ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ വീട്ടിലേക്ക് വന്നാലും ആഴ്ചക്കാഴ്ച ചെക്കപ്പും കാര്യങ്ങളൊക്കെ വേണമെന്നാ പറയുന്നത്. കുട്ടി പ്രൈവറ്റിൽ അവർ കാണിച്ച് ഒരുപാട് പൈസ ആയിട്ടുണ്ടാവില്ലേ. നമുക്ക് എന്തെങ്കിലും സഹായിക്കട്ടെ അവരെ. ആമേ, ഞാനും അത് പറയാൻ നിൽക്കായിരുന്നു. അമ്മ പൈസ വേണ്ട ചെന്ത കൊടുത്തോ, ഞാൻ തരാം. മോളെ, നീ പണി കഴിഞ്ഞു മുമ്പ് എന്നോട് പറയണം കേട്ടോ. ചേച്ചി കുറച്ച് പൈസ തരാം, അത് കൊണ്ടേക്കോ. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. അയ്യോ ചേച്ചി, അതൊന്നും വേണ്ട. മര്യാദക്കുള്ള ശമ്പളം തരുന്നില്ലേ, അതന്നെ മതി. അതൊന്നും സാരമില്ല മോളെ. മരുന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പൈസ ചിലവായിട്ടുണ്ടാവില്ലേ. മോള് പോകുമ്പോൾ ചേച്ചി പൈസ തരാം, വാങ്ങിക്കണേ. വേണ്ട ചേച്ചി, ഞാൻ എനിക്കും അമ്മയ്ക്കും വേണ്ടി ആദ്യം തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹോസ്പിറ്റലിൽ 1 രൂപ പോലും ചിലവായില്ല.
എല്ലാം അതിൽ കവറായിട്ടുണ്ട്. അല്ലടോ, ഈ ഒരു വരുമാനം കൊണ്ട് നീ അതൊക്കെ എടുത്തു വെച്ചോ? അത്രയ്ക്ക് ചെലവൊന്നുമില്ല ചേച്ചി. മാസം 400-500 രൂപ മുതൽക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാനുകളുണ്ട്. 1 കോടി രൂപ വരെയൊക്കെ കവറേജും കിട്ടുവേ. നീ ആള് കൊള്ളാലോ മോളെ. ഇത്രയും കാലമായിട്ട് ഞങ്ങൾ എടുത്തു വെച്ചിട്ടില്ല. നീ എന്തായാലും ഇത് എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞതാ. ഇനിയും വൈകിച്ച് ശരിയാവില്ല. അത് ചേച്ചി, ഈ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കഴിഞ്ഞാലേ ഇന്ത്യയിൽ ഒരുപാട് ടോപ്പ് കമ്പനികളുടെ പ്ലാനുകൾ കാണാം. അതിൽ നമുക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അതിപ്പോൾ 25% വരെ ഡിസ്കൗണ്ടിൽ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡിൽ സ്കാൻ ചെയ്താലും മതി. പിന്നെ സുഹിത്തേട്ടനെ പോലുള്ള പ്രവാസികൾക്ക് എടുക്കുകയാണെങ്കിൽ 18% GST അടയ്ക്കണ്ട. എന്തായാലും ഞാൻ ഇപ്പൊ തന്നെ അവനോട് പറയട്ടെ. ഇനി എടുത്തു വെച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല. മോളെ, നീ അടിച്ചു വാരി കഴിഞ്ഞ പോയിക്കോട്ടാ. അമ്മ സുഖമില്ലാതിരിക്കുകയല്ലേ. പിന്നെ പൈസ എന്തെങ്കിലും വേണം ചോദിക്കാൻ മടിക്കണ്ട. എന്താടാ മോനെ, നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലാലോ? എത്ര പ്രാവശ്യമാണ് ഞാൻ വിളിക്കുന്നത്. എവിടെ അവരൊക്കെ എവിടെ? അവര് വീട്ടിൽ പോയമേ. നിങ്ങൾ ആരൊക്കെയാ പോയത്? അഖിലും സികേഷും പിന്നെ കുടുംബുണ്ടായിരുന്നു. അല്ല, അവരെന്ത് പറഞ്ഞു? എന്തു പറയാനമ്മേ, കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പെണ്ണാണ് പോയപ്പോഴേ വീടെത്തിയിട്ട് അവരുടെ വീട്ടുകാരെ വിളിച്ചു വരുന്നത് ഇഷ്ടമല്ലെന്ന്. പെൺകുട്ടി എൻ്റെ മുഖത്തൊക്കെ എന്നെ പറഞ്ഞു. ഒന്നുമല്ല, അവൾക്ക് ഒരു യൂറോപ്പോ അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി. ഗൾഫിൽ നിന്ന് ഇപ്പൊ സ്കോപ്പില്ല അത്ര. അല്ലമ്മേ, ഭാസ്കരേട്ടനോട് പെണ്ണിന്റെ വീട്ടുകാരോട് ആദ്യം പറയാൻ പറഞ്ഞാൽ പറയാം ഞാൻ ഗൾഫാണ് ഇങ്ങനെയാണെന്നൊക്കെ. ഇതിപ്പോ അവിടെ പോയിട്ട് ഇങ്ങനെ നാണം കെട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ അയാളോട് പറഞ്ഞതാ നിങ്ങൾ കാര്യം അവിടെ പറയുന്നുള്ളത്. അപ്പൊ പറഞ്ഞു ഗൾഫാണെന്ന് ആദ്യം തന്നെ പറഞ്ഞ് അങ്ങോട്ട് വരണ്ട പറയും. പിന്നെ നേരിട്ട് നിന്നെ കണ്ട് സംസാരിച്ച് ഇഷ്ടപ്പെട്ട് പറഞ്ഞാലോ എന്നാ പിന്നെ ഒരു സമാധാനം ആയില്ലേ എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പറയാതിരുന്നത്. അത് സാരല്ല, ഇപ്പൊ ഗൾഫുകാർക്ക് എവിടെയും പെണ്ണിടുന്നില്ല അല്ലേ? കുഴപ്പമില്ലമ്മേ. എന്നാ ശരി, എനിക്ക് ഒരു ഓണപ്പരിപാടി ഉണ്ട്, കമ്മിറ്റി ഉണ്ട്, ഞാൻ പറയാൻ വേണ്ടി വന്നു. ശരി. നമുക്ക് പോകാറായില്ലേ? ആ ചേച്ചി, എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. മോൻ കഴിഞ്ഞ പ്രാവശ്യം മണ്ടും കുറെ പെണ്ണ് കാണാൻ പോയി. ഇതാ ഇപ്പോഴും പോയി. ആർക്കും ഗൾഫുകാർ വേണ്ട. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഗൾഫിലാണെങ്കിൽ നല്ല ജോലി, നല്ല ശമ്പളം, 2 തട്ട് വീടും ഉണ്ട്. ഒരു ദുശ്ശീലുമില്ല. നല്ലപോലെ കുടുംബം നോക്കും. എന്ത് ചെയ്യാൻ, ഞങ്ങളെ ചെക്കന്മാർക്ക് പെണ്ണ് കിട്ടാൻ വഴിയില്ല. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ ആണുങ്ങളുടെ സ്വഭാവം ഒന്നല്ല നോക്കുന്നത്, പൈസ കണ്ടിട്ടാ കല്യാണം കഴിക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിനും ഇതേ ചിന്താഗതിയായിരുന്നു. അവളേതോ ഗവൺമെന്റ് ജോലിക്കാരനെ നാട്ടിൽ തന്നെ കല്യാണം കഴിച്ചത്. അവര് പറയുന്ന സ്ത്രീധനവും കാറൊക്കെ കൊടുത്തിട്ട് കല്യാണം കഴിച്ചു. അവസാനം അവളുടെ പൈസയൊക്കെ തീർന്നപ്പോൾ അയാൾ ഫുള്ള് അടിയും വഴക്കും. അവസാനം വീട്ടിലേക്ക് പോലും വരാൻ പറ്റാത്ത അവസ്ഥയായി. അവളെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് സൂയിസൈഡ് ചെയ്തു. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എത്ര കണ്ടാലും കൊണ്ടാലും ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ പഠിക്കുന്നില്ലല്ലോ. ശരിയാ മോളെ, ഇങ്ങനെ നമ്മുടെ നാട്ടിൽ എത്രയാ കേൾക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒരു പണിക്കും പോകാണ്ട് മുടിയും വളർത്തി ബൈക്കിൽ ചെത്തി നടക്കുന്ന പിള്ളേർക്ക് അവർക്കടക്കം ഇഷ്ടം പോലെ പെൺപിള്ളേരെ കിട്ടണമെന്ന്. മര്യാദയ്ക്ക് പണിക്കും ജോലിക്കും പോയി കുടുംബം നോക്കാൻ ചെക്കന്മാർക്ക് പെണ്ണില്ല. ചേച്ചിങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. സുഹിത്തേട്ടൻ എന്തായാലും നല്ലൊരു പെൺകുട്ടിനെ തന്നെ കിട്ടും. എന്നാ പോട്ടെ, അമ്മ ഒറ്റയ്ക്ക്. വഞ്ചേ, ഞാൻ നോക്കാണ്ടല്ലോ. ഇവനന്മാർ എത്ര ചെക്കന്മാരുണ്ട് പിടികിട്ടണ നടക്കണ്. നാടൻ പണിക്കാരും ഗൾഫുകാരും പ്രൈവറ്റ് ജോലിക്കാരും എല്ലാം നല്ല കുടുംബം നോക്കുന്ന ചെക്കന്മാർ. പക്ഷേ അവരൊന്നും ഈ പെൺകുട്ടികൾക്ക് വേണ്ടല്ലോ. എല്ലാവർക്കും ഗവൺമെന്റ് ജോലിക്കാർ വേണം. ഞാനെന്താക്കാനാ? എന്തൊരു കഷ്ടം അത്. ചെക്കന്മാർ ഒരുപാട് നല്ലതായാലും ഇതാണ് പ്രശ്നം. നീ വിഷമിക്കൊന്നും വേണ്ട. എല്ലാ പെൺകുട്ടികളും ഒരേ മാതിരില്ലല്ലോ. ഇനി 1.5 മാസം ലീവില്ലേ, അതിൻ്റെ ഉള്ളിൽ നടക്കും. ഏതാ പെൺകുട്ടി? അത് നമ്മുടെ കക്കുടി ഭാഗത്ത് വാടകയ്ക്ക് താമസിക്കുന്നില്ലേ പയ്യോളിക്കാര്? ആ അമ്മയും മോളും മാത്രം താമസിക്കുന്ന കുട്ടിയല്ലേ? ആ കുട്ടി ഇവിടെ പണിക്ക് വരുന്നു? 3-4 മാസമായിട്ട് ആ കുട്ടി ഇവിടെയാ. ഇവിടെ പണിക്ക് ആളൊന്നും വേണ്ട. എന്നെ ഒരു പണിയെടുക്കാൻ അവൻ സമ്മതിക്കില്ല. ആരെങ്കിലും ആള് വെക്കുകയും പറഞ്ഞിട്ട്. എന്തോ ഒരു ഭാഗ്യത്തിന് ആ കുട്ടി കിട്ടി. നല്ലൊരു മോളാ. അല്ല, പിന്നെ നിങ്ങൾ പെണ്ണെടുത്ത് പുറത്തു പോകേണ്ട ആവശ്യം എന്താ? ആ കുട്ടി തന്നെ നോക്കിയോ പോരെ? ആ കുട്ടിനെയോ? എന്തേ വീട്ടുപണികൾക്കൊണ്ട് നിങ്ങൾക്ക് വല്ല കുറവുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. എല്ലാ പണിക്കും അതതിൻ്റെ ആയിട്ടുള്ള മഹത്വം ഇല്ലേ. പിന്നെ എന്തെങ്കിലും പറ്റിയ പറഞ്ഞിട്ട് കരഞ്ഞെങ്ങാണ്ടിരിക്കാണ്ട് മുൻപോട്ടൊന്ന് പ്രവർത്തിക്കുന്നില്ലേ. അതല്ല അതിന്റെ തൻ്റെ ഇടം നോക്കി.
അതാണ് ഞാനും പറഞ്ഞത്. നമ്മുടെ സുഹൃത്തേ നല്ലൊരു മോനാ. അവൻ ഇങ്ങനത്തെ പെൺകുട്ടികളെ പറ്റൂ. എനിക്ക് അത്ര ശമ്പളം വേണം, ഗവൺമെന്റ് ജോലിക്കാരെ വേണം. അങ്ങനെ പറയുന്ന പെൺകുട്ടികളെ കെട്ടിയാലേ ജീവിതത്തിൽ മനസ്സമ്മതം ഉണ്ടല്ല. കല്യാണം എന്ന് പറഞ്ഞാലേ പൈസ കൊണ്ട് ഒപ്പിക്കുന്ന സാധനമല്ലല്ലോ, മനസ്സോണ്ടിലൊക്കെ ഉണ്ട്. എന്നാ പിന്നെ നിങ്ങൾ എല്ലാവരും കൂടെ ആലോചിച്ചിട്ടേ ഒരു തീരുമാനം എടുക്കേ. എനിക്ക് സ്ഥലം വരെ പോകാനുണ്ട്. എന്നാ ശരി. മോനെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഭാസ്കരേട്ടൻ വന്നപ്പോഴേ തോന്നി ഈ ഞായറാഴ്ച പെണ്ണ് കാണാൻ പോകണ്ടായിരിക്കും അല്ലേ? അതല്ലടാ, നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്നില്ലേ സന്ധ്യ, ആ കുട്ടിനെ മോനൊന്ന് ആലോചിച്ചാലോ? സന്ധ്യനെയോ? അവൾക്കും കല്യാണപ്രായം ഇരിക്കുകയല്ലേ, ഒരു പാവം കുട്ടിയാ. പിന്നെ അവളെ കെട്ടിയാലേ നിന്റെ ജീവിതം സന്തോഷമായിരിക്കുന്ന അമ്മയ്ക്ക് ഉറപ്പാ. അല്ല, എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ പണിക്ക് വരുന്ന കുട്ടിനെ പെണ്ണാലോചിച്ചാലേ ആ കുട്ടി എന്നെ കുറിച്ച് എന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവും? എത്ര കാലം ഞാൻ ആ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടായിരിക്കുന്നല്ലേ. അങ്ങനെയൊന്നും വിചാരിക്കില്ല. ആ കുട്ടിക്ക് നിന്നെ നല്ല പോലെ അറിയാം. അല്ല അമ്മ, ആ കുട്ടിയുടെ കാര്യം പറഞ്ഞോ? ഇല്ല മോനെ, ഞാൻ നിന്നോട് ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞിരിക്കുക. എന്തായാലും ഞാൻ തന്നെ നേരിട്ട് വയ്ക്കണം. അന്ന് അതാ നല്ലത്. വൈകിക്കണ്ട, മോൻ ഇപ്പൊ തന്നെ ചോദിക്കട്ടോ. സന്ധ്യ, എന്താ ചായ വേണോ? ആ, ഇപ്പൊ ഉണ്ടാക്കി തരാം. അതെ, എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. എന്തേ? അല്ല, അമ്മ പറഞ്ഞു എനിക്ക് വേണ്ടിയിട്ട് കുട്ടീനെ, മീൻസ് ഞങ്ങള് കുട്ടീൻ്റെ വീട്ടിൽ പെണ്ണാലോചിക്കാൻ വരട്ടെ? അല്ല, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ശരിയേ? എനിക്ക് ഇത്രേ ധൈര്യമുള്ളൂ. അതെ, ഇപ്പൊ തന്നെ പോണമെന്നുണ്ടോ? കുറച്ച് ദിവസം കൂടി ലീവ് നീട്ടിക്കൂടെ? എടാ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടേ 1 വർഷം കൂടി ആയിട്ടില്ല. കല്യാണമാണ് പറഞ്ഞ് അറബി എങ്ങനെയോ 1 മാസം ലീവ് തന്നത്. ഇനി കറക്റ്റ് സമയത്ത് പോയില്ലേ ചിലപ്പോൾ എൻ്റെ ജോലി പോകും. എന്തായാലും താൻ പേടിക്കണ്ട, 6 മാസം കൊണ്ട് തന്നെ ഞാൻ ഗൾഫിലെത്തിക്കും. ഓക്കെ? ഞാനില്ല. എന്താടോ? എടോ, തനിക്ക് അവിടെ ജോലിയൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതല്ല ഏട്ടാ, ഞാൻ ആ സമയമാകുമ്പോഴേക്കും 6 മാസം പ്രഗ്നന്റ് ആവുന്ന തോന്നുന്നു. ഇടയിലായിട്ട് പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളെ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇൻഷുറൻസ് പോളിസി 25% വരെ ഡിസ്കൗണ്ടോടെ എടുക്കാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡിൽ സ്കാൻ ചെയ്താൽ മതി. അപ്പൊ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്യുക.